ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ മട്ടന്നൂർ അമ്പലത്തിൽ മട്ടന്നൂർ ശിവക്ഷേത്രത്തിൽ നമ്മൾ ഉത്സവമാണ്. അപ്പോൾ ഉത്സവം കാണാൻ വേണ്ടി പോവുകയാണ് രാത്രി കുറേ സമയം ഉണ്ടാവും കേട്ടോ. നമ്മൾ പെട്ടെന്ന് പോയിട്ട് കുറച്ച് നേരം കൊണ്ട് തന്നെ തിരിച്ചു വന്നു, 1 മണിക്കൂർ കൊണ്ട് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഇത് ഫെബ്രുവരി 28 തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർച്ച് 6 വരെ ഉണ്ട്. അപ്പോൾ നടുക്കൊരു ദിവസം പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോകുന്നതാണ്. ഉത്സവമായതുകൊണ്ട് തന്നെ ടൗണിൽ നല്ല തിരക്കുണ്ടായിരുന്നു, ബ്ലോക്ക് ഉണ്ടായിരുന്നു. 7 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കാറ്. അതായത് കുംഭം 15 തൊട്ട് കുംഭം 22 വരെയാണ് ഉത്സവം ഉണ്ടാവാറ്. പിന്നെ ആനകളൊന്നും അമ്പലത്തിൽ കയറ്റാറില്ല, ആനകളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ വേറെ പറയാമെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. അതും ദക്ഷിണമൂർത്തി സങ്കല്പത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഉള്ളത്. പ്രതിഷ്ഠിച്ചത് പരശുരാമനാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ മെയിൻ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് തിടമ്പ് നൃത്തവും രഥോത്സവവുമാണ്. ഈ ഉത്സവം അവസാനിക്കുന്നത് ആറാട്ടിലാണ്. നമ്മുടെ കേരളത്തിലെ 108 പ്രധാന ശിവക്ഷേത്രങ്ങളിലെ ഒന്നാണ് മട്ടന്നൂർ അമ്പലം എന്നാണ്. ഇനി നമുക്ക് അമ്പലത്തിലെ ഉത്സവത്തിലെ കുറച്ച് കാഴ്ചകളിലേക്ക് പോയാലോ. ഈസ്റ്റിലേക്ക് ഇരിക്കുന്ന വിഗ്രഹം ടിപ്പു സുൽത്താൻ എങ്ങാൻ ആക്രമിക്കാൻ വന്നപ്പോൾ വെസ്റ്റിലേക്ക് തിരിഞ്ഞു എന്നാണ് അതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴും വെസ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് തന്നെയാണ് ഉള്ളത്. ഇതിപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒരു ദിവസം പോയായിരുന്നു, അപ്പോൾ എടുത്തതാണ്. കഴിഞ്ഞ ഉത്സവം കണ്ട് നമ്മൾ തിരിച്ചു വന്നു വീട്ടിലേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.